ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മള് അല്ലയിലേക്ക് പോവാണ്. ഇന്ന് പോയി നാളെ വരുള്ളൂ. ഇന്ന് പോയിട്ട് എന്താ പരിപാടി? ജബൽ ഹഫീദില് ഒരു ബാർബിക്കൺ, നമ്മുടെ സ്വന്തം സാലിയാക്ക അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട്. ഇപ്പോ അവിടെ ഒരു നൈറ്റ് ഒരു ബാർബിക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അല്ലയിൽ പോയ ഒരു വ്ളോഗാണ്. സൺഡേ ആണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പോവല്ലേ, അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ ഷാർജയിൽ നിന്ന്. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ്. മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. കാരണം ക്യാമ്പിങ്ങിനാണ് പോണത്. രാത്രി ഇനി ഉറക്കം കൊഴിക്കാനുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ലൈക്കിൻ്റെ കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിന്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ചോക്ലേറ്റും പിന്നെ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോകുമ്പോൾ അവരുടെ അടുത്താണ് ഇന്ന് രാത്രി സ്റ്റേ. അപ്പോൾ അവരുടെ റൂമിൽ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് അവരും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ജബൽ ഹഫീദിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ആ ലൈറ്റ് കാണുന്ന ആ മലയില്ലേ, അതിൻ്റെ മേലേക്കാണ് പോണത്. പക്ഷെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ മല കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ബാർബിക്യൂവിൻ്റെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നമ്മൾ താഴെ ഇറങ്ങിയത്. അപ്പോൾ ഇത് അവരെ ഒരു മോളാണ്, നമ്മുടെ ഇസ്രാൻ്റെ സെയിം ഏജൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ മോളും കൂടി ഉണ്ട്. അപ്പോൾ മൂത്ത ആൾക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ചെറിയ മോള് ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ചിട്ട് കുപ്പിച്ചില് കാലുമ കുത്തി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ആള് ഇരിക്കുകയാണ്. കാല് അനക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചെവി ഇങ്ങനെ അടയുന്നുണ്ട്. ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്, രണ്ടാളും കൂടി കാട്ടുന്നത്. അപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ വരുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് രാത്രി തന്നെ വന്നിട്ട് കാണണം. പിന്നെ വേറൊരു കാര്യം ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ, ഒരുപാട് പേരെ ചോദിക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ഒരു വുമൺ എംപവർമെൻറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് സംഭവം, രജിസ്റ്റർ ചെയ്തു, ഇനി എന്താ ചെയ്യണമെന്ന് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഈ വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെ നമ്മൾ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവരെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അവരെ. അപ്പോൾ നമ്മൾ നേരെ പോയത് കസിൻ്റെ റൂമിലേക്കാണ്. എന്നിട്ടാണ് നമ്മൾ ജബൽ ഹഫീദിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നേരെ വണ്ടിയിൽ അവരും കൂടി കാണുന്ന ക്ലിപ്പാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. അങ്ങനെ നേരെ നമ്മളിവിടെ എത്തി. കുറച്ച് സ്നാക്സൊക്കെ മക്കൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി വ്യൂവും ഒക്കെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിലുള്ളവരൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു വ്യൂ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് നേരിട്ട് കാണാൻ അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മോംസ് ആൻഡ് വൈഫ് എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ പ്രീ ലോഞ്ച് ഒരു ആപ്പാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുള്ളത് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഞ്ചിനാണ് നമ്മൾ പോയിട്ടുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പ്രീ ലോഞ്ച് ആപ്പ് എന്ന് പറയുകയാണെങ്കിൽ ആ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ജസ്റ്റ് കയറി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരു രജിസ്ട്രേഷൻ്റെ ആപ്പ് മാത്രമാണത്. അതിൻ്റെ മെയിൻ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് ജൂൺ 28 ഒരു ഗ്രാൻഡ് ലോഞ്ചിൽ തന്നെ മെയിൻ ആപ്പ് ലോഞ്ച് ആവും. അപ്പോൾ ഇപ്പോൾ പ്രീ ലോഞ്ച് ആപ്പിൽ നിങ്ങൾ കയറിയിട്ട് ജസ്റ്റ് പേരും അതുപോലെ നമ്മൾ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ എന്താണോ നമ്മളെ കഴിവ്, അതിൽ ഇഷ്ടം പോലെ കഴിവ് കൊടുത്തിട്ടുണ്ട്. പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടോ, മീൻസ് ഇങ്ങനത്തെ ഡാറ്റ എൻട്രി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ അതുപോലെ കുക്കിംഗ്, ബേക്കിംഗ്, കളറിങ്, പെയിൻറ്റിങ്, പിന്നെ ടൈലറിങ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനത്തെ വേറെ. അപ്പോൾ എന്താണോ ഇനി ഇതൊന്നല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു ID അതിൽ ഉണ്ടാക്കി ഇടുക. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഇടുക. ജസ്റ്റ് അതിൻ്റെ പാസ്വേഡും അതുപോലെ യൂസർ നെയിമും മറക്കാതിരിക്കുക. എന്നിട്ട് ജൂൺ 28 ശേഷം ആപ്പ് ഗ്രാൻഡ് ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഈ രജിസ്ട്രേഷൻ ID വെച്ചിട്ട് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ആ ആപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ബൈ ചെയ്യുക. അപ്പോൾ ആപ്പ് ത്രൂ തന്നെ നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്തിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എന്താണെങ്കിലും കൊടുത്ത ടാലൻറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കാര്യം ആരും ചെയ്യാണ്ടിരിക്കുക, അതൊരു വാണിംഗ് ആണ്.
ഓക്കെ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ ടാലൻസ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ടൈം കളയാണ്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ഒരുപാട് വീഡിയോസും അതുപോലെ ഒരുപാട് ഇൻഫോർമേഷൻ തരുന്ന കാര്യങ്ങളുടെ വീഡിയോസും ഒക്കെ നമ്മൾ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേര് കമൻറ്റിലൂടെ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ളതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആവാനുണ്ട്. നല്ലൊരു അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ്. സലാബ്ഖാന്റെ മസാല അല്ലേ? കേക്കോണ കാറ്റടിച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്ന് പോകുന്നത് വാഷ്റൂമിലേക്കാണ്. വാഷ്റൂം താഴെ ഒരു മൂലക്കലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇറക്കായ കാരണം നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂമിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചയാണത്. ഒന്നും കൂടി ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയ പോലെ തോന്നി. എന്തായാലും അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. സോ മോംസ് ആൻഡ് വൈഫ്സ് നമ്മൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാർ, ഇതൊന്നും അറിയാത്ത ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കുക. കുക്കിങ്ങിലൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ പുലിയാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവർക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആക്കാൻ നിന്നിട്ടില്ല, കാരണം ചെറുതായിട്ട് വയ്യായികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം അലൈനിൽ അബുദാബി സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന അലൈൻ കമ്മ്യൂണിറ്റി റണ്ണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് മത്സരത്തിലുണ്ടായിരുന്നു. എന്തായാലും നല്ല എക്സൈറ്റിംഗ് പ്രൈസസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. ഞാനും കസിൻ്റെ വൈഫും അവിടെ റൂമിലിരുന്ന്, കാരണം മോളുടെ കാലുമ വയ്യാത്തതല്ല, അപ്പോൾ അവളും കൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ ലായ്ക്കും കസിനും കൂടിയിട്ട് നേരത്തെ എണീച്ചിട്ട് ഓടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓടി നന്നായിട്ട് ക്ഷീണിച്ചിട്ടാണ് വന്നത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവർ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ തീരെ വയ്യായിരുന്നു മക്കൾക്കും എനിക്കും. അപ്പോൾ ഇവരൊക്കെ ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ചെക്കപ്പും മക്കളൊക്കെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആകെ ഒരു ബഹളമായിരുന്നു എനിക്കും മക്കൾക്കും വെയ്യായിട്ട്. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ട്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇസ്രാക്ക് സ്കൂളുണ്ട്, ഓഫീസുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഇവിടെ നിർത്തുകയാണ്. ശരി, ബൈ.